കമോൺ ഗൈസ്, ഇന്ന് നമ്മൾക്ക് ക്ലേ വെച്ചൊരൈറ്റം ഉണ്ടാക്കാം. ഈ ക്ലേ ഞാൻ വാങ്ങിയത് ഓൺലൈനായിട്ടാണ്. പക്ഷേ എന്തുണ്ടാക്കണം എന്നുള്ളൊരു ഡൗട്ടിൽ അങ്ങനെ എടുത്തു വെച്ച് പിന്നെ കുറേ ഇരുന്ന് ആലോചിച്ചപ്പോൾ ഒരു ഐറ്റം കിട്ടി. അങ്ങനെയാണ് ഈ റാബിറ്റ് ക്ലോക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ കാര്യപരിപാടിയിലേക്ക് കിടക്കാം. ഇനി പറയുന്ന സ്റ്റെപ്പ് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. ഇത് തുടങ്ങുന്നതിന് മുമ്പ് 3 കാര്യങ്ങളും കൂടെ നോട്ട് ചെയ്യണം. ഒരു ചെറിയ പീസ് സ്പോഞ്ച്, അതുപോലെ തന്നെ ഒരു ബൗൾ വെള്ളം, പിന്നെ ഇതുപോലൊരു ട്രേയോ കവറോ എന്തെങ്കിലും നിങ്ങൾ ടേബിളിൻ്റെ മേലെ വെക്കുക. കാരണം ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫുൾ അലമ്പാണ്, മൊത്തത്തിൽ മെസ്സാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഇനി ബാക്ക് ടു ദ പ്രോസസ്സ്. നമ്മൾ ക്ലേ നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. കുഞ്ഞൊരു റൗണ്ട് ഷേപ്പിൽ കിട്ടുമ്പോൾ അതിൻ്റെ സെൻറ്റർ പോർഷനും കൂടെ നമുക്ക് താഴ്ത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പെയിൻറ്റിൻ്റെ അടപ്പങ്ങാണ്ട് എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ സർക്കിൾ ഷേപ്പ് കിട്ടും. എന്നിട്ട് ആ സെൻറ്റർ പോർഷനിലുള്ള ക്ലേ എല്ലാം ഒരു സ്പൂണോ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നൈഫോ എടുത്ത് മാറ്റിയെടുക്കുക. അടുത്തതായി നമ്മൾ നേരത്തെ മാറ്റി വെച്ച സ്പോഞ്ച് എടുക്കുന്നു, വെള്ളത്തിൽ മുക്കുന്നു. ഈ ഒരു ക്ലേ കുട്ടൻ്റെ മേലെ ഭാഗം മൊത്തം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊന്ന് സ്മൂത്തായി കിട്ടും. പിന്നത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ചെവിയും കാലും കൂടെ ഫിറ്റ് ചെയ്ത് കൊടുക്കല. അത് ചെറുതായിട്ട് ഉരുട്ടിയെടുത്ത് ചെറിയ ഷേപ്പാക്കി എടുക്കുക. എന്നിട്ട് ആ ഒരു ക്ലേൻ്റെ മേലെ ഭാഗം കത്തിക്കൊണ്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. പിന്നെ ചെവിയും കാലും കൂടെ ഫിറ്റ് ചെയ്തെടുത്താൽ സംഗതി സെറ്റ്. പിന്നെ ഒരു ദിവസം മൊത്തം ഉണക്കാൻ വെച്ചോ. ബാക്കി കലാപരിപാടിയൊക്കെ ഇനി അടുത്ത ദിവസം. ഇവിടെ ഞാൻ റെഡും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കളർ കൊടുത്തിട്ടുള്ളത്. ചെവിൻ്റെ അവിടെ പിങ്കും അതുപോലെ ബാക്കി പോർഷൻസ് റെഡും വൈറ്റും മിക്സ് ചെയ്തിട്ടുള്ളൊരു കളറുമാണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം സെൻറ്റർ പോർഷനിൽ നമ്പേഴ്സ് എല്ലാം കൊടുക്കുക. ഞാൻ സെൻറ്റർ പോർഷനും കൂടെ പിങ്ക് കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ കൊളാവുമോ എന്നൊരു ഡൗട്ട്. അപ്പോൾ പിന്നെ ആ പരിപാടി ഇങ്ങോട്ട് മാറ്റി വെച്ച്. അടുത്തതായി ആ സെൻറ്റർ പോർഷനിലെല്ലാം നമ്പർ എഴുതി കൊടുക്കുക. പിന്നൊന്ന് ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കണ്ണും ചെറുതായിട്ട് പിങ്ക് കളർ എടുത്തൊരു ഡോട്ടെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ വാർണിഷ് ചെയ്ത് നന്നായിട്ട് മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. എല്ലാവരും ഇഷ്ടമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ഇഷ്ടമായിരുന്നെങ്കിൽ പിന്നെ സബ്സ്ക്രൈബും കൂടെ. അപ്പോൾ ശരി, ബൈ.